ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ രാവിലെ തന്നെ എണീറ്റ് കുട്ടികളൊക്കെ സ്കൂളിലും മദ്രസയിലൊക്കെ പറഞ്ഞയച്ചു. അതിന് ശേഷം ഒരു 10-10:30 ആവും നമ്മൾ ഇതുപോലെ ചൂലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക, അടിക്കലും വാരലും തുടക്കലും ഒക്കെ തുടങ്ങാൻ കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ എന്താ പറയുക, സ്പീഡായിട്ട് നമ്മൾ ഓരോ പണികളും ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോസ് കണ്ടു കൊടുക്കാനുള്ളവരതൊക്കെ കണ്ടു കൊടുക്കണം, പിന്നെ ആടുകളെയൊക്കെ നോക്കണം, പല ചുറ്റുപാടുമൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പുതിയൊരു ചൂല് വാങ്ങിയതായിരുന്നു. ഈ ചൂല് ഞാൻ വാങ്ങിയ ഉടനെ തന്നെ ഞാൻ അതുമേലിങ്ങനെ ഒന്ന് കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമ്മി ഒന്ന് അതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, പൊടിയൊക്കെ ഒന്ന് കൊഴിച്ചെടുക്കും കേട്ടോ. ആ കൊഴിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളത് എപ്പോഴും അടിച്ചു വരുമ്പോൾ ഇങ്ങനെ പൊടി കൊഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു വരുമ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ വാങ്ങിയ ഉടനെ തന്നെ നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിച്ചു വാരുമ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകാൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് നല്ലൊരു വൃത്തിക്കും ആവും, പെട്ടെന്ന് നമ്മളെ ചൂല് കേടുകൂടാതെ കൊണ്ട് നടക്കും ചെയ്യാം നമുക്ക്. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ചൂലൊക്കെ എടുത്തിട്ട് അതുപോലെ തന്നെ കവറിലാക്കിയിട്ട് അവിടെ വെക്കും കേട്ടോ. ആ ചൂല എന്നാണോ കേട് വരുന്നത് അന്നാണ് ഞാൻ ആ കവർ ഒഴിവാക്കുള്ളൂ. അതുവരെ ഞാൻ അത് ഉപയോഗിക്കും. പിന്നെ ഞാൻ ഇനിയിപ്പം എളുപ്പത്തിന് ഇങ്ങനെ തിരുമ്മി കൊടുക്കാനൊന്നും നമുക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ചീർപ്പെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൊഴിച്ചെടുത്താൽ മതി കേട്ടോ. ഇതും നല്ലൊരു യൂസ്ഫുള്ളായൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു സംഭവം നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നോന്ന് മാത്രം. അങ്ങനെ അതൊക്കെ നന്നായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുക്കിലും മൂലയിലും സൈഡിലൊക്കെ ഉള്ള പൊടികളോ ഒക്കെ ഇങ്ങനെ ശരിക്കൊരു പരന്നിട്ടല്ലാതെ ഒരു പോയിന്റ് ഇതിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് അതിൻ്റെ അറ്റത്തൊന്ന് ഇതുപോലെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേശൻ്റെ ഇടയിൽ നിന്നും പിന്നെ ചുമരിൻ്റെ സൈഡിലൂടെയും ഒക്കെ ഉള്ള കച്ചറകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന ഓരോരോ ട്രിക്കുകളാണ് കേട്ടോ. അതും കൂടി നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ മേശൻ്റെ അടിയിൽ നിന്ന് കണ്ടോ, ഇതുപോലെയൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ അടിച്ച് എടുത്തിട്ട് പിന്നെ അത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റബ്ബർ അങ്ങനെ അയച്ചിട്ടാൽ മതിയേ. അങ്ങനെ നമ്മൾ എല്ലാ സൈഡിലും എല്ലായിടത്തും ഒന്ന് അടിച്ച് തുടച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമ്മൾ വീട്ടമ്മമാരാണല്ലോ, നമ്മൾക്ക് എത്ര എടുത്താലും നമ്മളെ പണിയും കാര്യങ്ങളൊന്നും കഴിയൂല. പിന്നെ തീർന്നിട്ടൊന്നല്ല അന്നത്തെ ദിവസം മതിയാക്കുന്നത് കേട്ടോ. ഇനി ഇത് മതി നാളെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മതിയാക്കുന്നതാണ്. അത് കണ്ടോ, ചൂലിൻ്റെ കവറാണ്, അതിൻ്റെ ഒപ്പം ഞാൻ കൊണ്ടെടുക്കും. അടിച്ചു വാരി കഴിയുക ആ കവറിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് ഒരു ഭാഗത്ത് എടുത്ത് വെക്കും. ആ ചൂല് എന്നാണോ നമ്മൾ പഴയതായിട്ട് ഒഴിവാക്കുന്നത് അന്നാണ് ആ കവറും അതിൻ്റെ കൂട്ടത്തിൽ ഒഴിവാക്കുള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ ആദ്യമുള്ള സ്വഭാവം. ഇതിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ് എനിക്ക് ഈ സ്വഭാവം. എൻ്റെ ഉമ്മ എങ്ങനെയാണ് ചെയ്യൽ, ഞാനും അതുപോലെ തന്നെ ചെയ്യും. അങ്ങനെ നമ്മൾ എല്ലായിടത്തും നല്ല ക്ലീനായിട്ട് അടിച്ച് വാരിയിട്ടുണ്ട്. ഇനി അടിച്ച് വാരലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിന്നെ തുടച്ചെടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞു കേട്ടോ. ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ എൻ്റെ ചെറിയ ആങ്ങളെയും നാത്തൂനുമാണ്. അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതും കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ വൃത്തിയാക്കലും തിരുമ്പലും കൂളിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ കുറച്ച് സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഇടിപ്പൊടി ഇതായിട്ടുള്ളൊരു ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ആദ്യം കുറച്ച് നെയ്ച്ചോറ് വെച്ചിട്ടാണ് ചോറുണ്ടാക്കുക. അപ്പോഴേക്കും ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഇതുപോലെ ഒക്കെ ഒന്ന് വാട്ടിയെടുത്ത് സെറ്റാക്കും. അപ്പോഴേക്കും പൊരിക്കാൻ കായം കൂട്ടി വെച്ച കോഴിയൊക്കെ ഒന്ന് പൊരിച്ച് ചിക്കനൊക്കെ പൊരിച്ച് എടുത്തിട്ട് ഞാൻ ഒക്കെ ഒന്ന് സെറ്റായതിന് ശേഷം നെയ്ച്ചോറ് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇടും കേട്ടോ. അങ്ങനെ നമുക്ക് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നെയ്ച്ചോറായിട്ടുണ്ട്. ഇപ്പോൾ ഈ മക്കൾ ഉറങ്ങാനായി. അപ്പോൾ ഇവള് പറഞ്ഞു എനിക്ക് നെയ്ച്ചോറും കോഴി പൊരിച്ചതും തന്നാളി. നമ്മൾ അടുക്കളേൻ്റെ ഒരു കോലം നോക്കി നിങ്ങൾ, ഈ തല മുതൽ ആ തല വരെ പാത്രങ്ങൾ. ഇതാണ് കേട്ടോ നമ്മൾ അടുക്കളേൻ്റെ അവസ്ഥ. പിന്നെ ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടിയതുമാണ് കേട്ടോ നമുക്ക്.
അങ്ങനെ തന്നെ നമ്മളെ ചിക്കൻ ബിരിയാണിക്കുള്ള മസാലകളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ ഒരു തല പൊരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാനിതാ ദമ്മിട്ട് കഴിഞ്ഞു കേട്ടോ. ദമ്മൊക്കെ ഒരു സ്പെഷ്യൽ ദമ്മാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ബിരിയാണിക്കുണ്ടല്ലോ വമ്പൻ ടേസ്റ്റാണ്. നിങ്ങളൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. നമ്മൾ സമയം എടുത്തുങ്ങാണ്ട് എല്ലാതും ഉൾക്കൊള്ളിച്ചുണ്ടാക്കുന്ന ബിരിയാണിനേക്കാളും നല്ലത് ഈ സ്പെഷ്യലായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ, അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മളെ ബീഫ് ഞാൻ കുക്കറിൽ നിന്ന് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മേലെതാ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബീഫൊക്കെ വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതുപോലെ വെച്ചതല്ല, അതിലും ടേസ്റ്റായിട്ട് വേറൊരു കോലത്തിലാണ് വെച്ചത്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഇടണ്ട് കേട്ടോ. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ മുന്നിലാണ് കേട്ടോ. ഏത് കോലത്തിലും ഞാൻ ഉണ്ടാക്കും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കും. ഞാൻ എന്നെ തന്നെ പൊക്കി പറയല്ല, എനിക്ക് അറിയാം, എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് കുക്കിങ്ങിൻ്റെ കാര്യത്തിലൊന്നും മടിയില്ല. ഞാൻ വെളിച്ചെണ്ണ തൂമിച്ചെടുത്തതല്ല കേട്ടോ, ഇങ്ങനെ പാർന്നു കൊടുത്തതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചട്ടി കിടന്നിട്ട് ഇതിങ്ങനെ കറുത്ത് ഇതായി വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഈ ബീഫൊക്കെ. എൻ്റെ നാത്തൂന് പിന്നെ വിളിച്ച് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് തത്തങ്ങൾ ഉണ്ടാക്കി ഒന്ന് പറഞ്ഞു തരുമോ, ഭയങ്കര ടേസ്റ്റായിരുന്നു എന്ന്. അങ്ങനെ ഞാൻ അവൾക്കത് പറഞ്ഞു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മളെ ബീഫൊക്കെ റെഡി വന്നിട്ടുണ്ട്. ആഹാ, എന്തൊരു സ്മെല്ല്. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കണം. നമ്മളെ ബിരിയാണി, ബീഫ്, അച്ചാർ, തൈര് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വിശേഷങ്ങളും ഒക്കെ ഇത്ര തന്നെ ഉള്ളൂ. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.